അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേയ്സ് ഇൻ അവർ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിക്കൽ. പക്ഷേ അത് ഇടയിൽ വെച്ച് ഇങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ ഓരോ ദിവസം എടുത്ത് കുറച്ച് ക്ലിപ്സ് അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത്. പിന്നെ എനിക്കറിയാം എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട് ലോങ് വീഡിയോസ് ഇനി അപ്ലോഡ് ആക്കാമെന്ന്. പക്ഷേ എനിക്ക് ടൈം ക്ലാസ്സെല്ലാം ആയതുകൊണ്ട് മാനേജായി പോകാത്തതുകൊണ്ടാണ്. എന്തായാലും ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് മാക്സിമം ലോങ് വീഡിയോസ് അപ്ലോഡ് ആക്കാൻ ട്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ ഡേ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. കുറച്ച് നേരം വരെ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണൊരു എന്താ പറയുക ചേഞ്ച് സ്കൈനുണ്ടായിരുന്നത്. പെട്ടെന്ന് വെളിച്ചമൊക്കെ വന്ന് ഭയങ്കര സ്പ്ലിറ്റ് ആവുക പറയില്ലേ, കോട്ടൺ ക്ലൗഡ്സ് എന്നാണ് ഇതിന് പറയാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സാധാരണ ഇങ്ങനെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞാൻ കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടി അങ്ങനെ മാറ്റി വെക്കൽ. കാരണം ക്ലാസ്സുള്ള ദിവസം ക്ലീനിങ് എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അങ്ങനെ സാറ്റർഡേ സൺഡേയോ അങ്ങനെ ഫ്രീ കിട്ടുമ്പോഴാണ് ക്ലീനിങ്ങിന് നിൽക്കൽ. ക്ലീനിങ് എന്ന് പറയുമ്പോൾ വീടിൻ്റെ ഉള്ളെല്ലാം അടിച്ചു വാരി തുടച്ചിടുക, അതേപോലെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ അതിനാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ചും കൂടി വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യാണ്. എല്ലാ ആഴ്ച ഇങ്ങനെ അടിച്ചു വാരലുണ്ട്. പക്ഷേ ഓരോ ആഴ്ച കഴിയുമ്പോഴും വീണ്ടും ഇങ്ങനെ മെസ്സായി കൊണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ വീക്കെൻഡ്സ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഇതിന് നിൽക്കൽ. അങ്ങനെ അടിച്ചു വാരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു മയിലിനെ കണ്ടത് കേട്ടോ. ഇതിവിടെ പൊതുവെ അങ്ങനെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ടീ പേഴ്സൺ അല്ല, പക്ഷേ മിന്നു ടീ പേഴ്സൺ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് മമ്മ ഇപ്പോൾ ചായ റെഡിയാക്കണത്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് വേറെന്തോ പേര് പറയും, കിട്ടണില്ല. വേറെന്തോ ഒന്ന് പറയും കേട്ടോ, അത് നേരെ കിട്ടണില്ല. ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചൂടോടുകൂടെ കഴിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ ഷുഗർ കഴിക്കലില്ല. പക്ഷേ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ കഴിക്കാനല്ലേ ടേസ്റ്റ്. ഇല്ലാതെ കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കഴിക്കൽ എന്നുള്ളത് പറയുക. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ബാക്കി ക്ലീനിങ്ങൾക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അടിച്ചു വാരി തുടക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ ഞാൻ അങ്ങനെ അടിച്ചു വാരി തുടക്കുമ്പോഴാണ് റൂം ക്ലീനാക്കലൊക്കെ ചെയ്യുക. കാരണം തലേദിവസം പഠിക്കുന്ന മെസ്സും, അതായത് ബുക്ക് അങ്ങോട്ടൊക്കെ അത് മര്യാദക്ക് വൃത്തിക്ക് ഒതുക്കി വെക്കൂല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും റൂം. പിന്നെ അതേപോലെ തന്നെ കുറേ ഡ്രസ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അടിച്ചുവാരി തുടച്ചിടുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ റൂം ഫുള്ളൊരു ക്ലീനായ പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, പഠിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് അതേപോലെ ഇട്ടച്ച് പോരും. പിന്നെ പിറ്റേ ദിവസത്തേക്ക് അത് ക്ലീനാക്കൽ വേറെ പണിയാവും. ഇത് പിന്നെ എന്താ വെച്ചെങ്കിൽ ഞാൻ മമ്മാനോട് കുറേ പറയുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം ഉമ്മ അച്ചാറിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ എടുക്കണോ വേണ്ടേന്ന് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് എന്തായാലും ലോങ് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ചെറുതായിട്ട് ആഡ് ആക്കാമെന്നുള്ളത്. എല്ലാവരും ഉണ്ടാക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലിരിക്കൂലേ. അപ്പോൾ അതിൻ്റെ ചെറിയ ബിറ്റ്സാണ് ഇതിൽ കാണിക്കുന്നുള്ളത് കേട്ടോ. സംഭവം എന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വന്നപ്പോൾ ഈ അച്ചാർ ഇടുന്നതിൻ്റെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തൊക്കെ സ്പീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നിങ്ങൾക്ക് റെസിപ്പി മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ആക്കാം. പിന്നെ മമ്മ ഇങ്ങനെ നല്ല രീതിക്ക് അച്ചാർ ഇളക്കി കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇളക്കണം പറഞ്ഞിട്ട് ഞാൻ ഇളക്കിയതാണ്. സംഭവം അതിൻ്റെ പ്ലക്കർ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിമുക്കാലും പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിങ്ങനെ അമ്മ ഓരോന്ന് പറയാണ്. ചീത്ത പറയല്ല, പക്ഷേ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്ക് കേട്ടോ. മമ്മാൻ്റെ ഒപ്പം കുക്ക് ചെയ്യാൻ നിൽക്കൽ തന്നെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാര്യം എന്താ വെച്ചെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നിൽക്കുമെങ്കിലും ആ ഒരു ടൈം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്
വേറെ തന്നെ ഒരു രസമാണ്. ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലാണ് പറ്റുള്ളൂ. കാരണം ക്ലാസ്സുള്ള ദിവസം രാവിലെ ഞാൻ നേരത്തെ പോവും. അപ്പോൾ പിന്നെ നൈറ്റ് വരുമ്പോൾ പഠിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോകുമല്ലോ. അപ്പോൾ വീക്കെൻഡ്സിലാണ് അതിന് പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞത് സൈഡാക്കി വെച്ച് പിന്നെ ഇത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ചിലപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ പല പല ദിവസങ്ങളിലായിട്ട് മുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ക്ലിപ്സാണ് ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഏത് ദിവസമാണ് ഓരോന്ന് എടുത്തതെന്നുള്ളത് അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ ഇത് വേറൊരു എന്താ പറയുക റെസിപ്പി ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ എടുക്കുന്ന ബാക്കിയുള്ള അച്ചാറിൻ്റെ ക്ലിപ്സൊക്കെ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. കാരണം അച്ചാറൊന്ന് ഇരുന്ന് സെറ്റാവണമല്ലോ, അങ്ങനെയാണ് മമ്മ പറയൽ. അച്ചാർ തന്നെ ഇരുന്ന് സെറ്റാവണമല്ലോ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിങ്ങനെ ഗ്ലാസ്സിലിട്ട് വെക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ പണികളും കഴിഞ്ഞ് സൈഡാക്കി വെച്ച് ഇത് ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ്. ഞാൻ അത് കുറേ ആയി പറയുന്നപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, സന്തോഷമായി. അങ്ങനെ പിന്നെ വേറൊരു ദിവസം നൈറ്റ് എടുത്ത ക്ലിപ്പാണ് ഇത്. അന്ന് തന്നെയാണോ കഴിച്ചതെന്നുള്ളതൊക്കെ വലിയ ഐഡിയ അല്ല, പക്ഷെ വേറൊരു ദിവസം ഡിന്നറിന് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസത്തെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത്ര ക്ലിപ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തായാലും ഞാനിനി ലോങ് വീഡിയോസ് ഇങ്ങനെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നുണ്ട്. ഞാനിങ്ങനെ സ്റ്റഡി വ്ളോഗ്സൊക്കെ ചെയ്യാൻ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് വേണമെന്നുള്ളത് പറയുക, അതിനനുസരിച്ച് ചെയ്യാമല്ലോ. എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു.